നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി പ്രഖ്യാപിച്ചു. കേസിൽ 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു. 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. മറ്റ് പ്രതികളെ കോടതി വെറുതെ വിട്ടു. കേസിൽ ഗൂഢാലോചന തെളിഞ്ഞില്ല. സർക്കാർ വിധിയെ എതിർത്ത് ഹൈക്കോടതിയെ സമീപിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് കേസിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജഡ്ജി ഹണി എം വർഗീസ് വിധി പറഞ്ഞത്. കോടതി പരിസരത്ത് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ കോടതി വിധി വരുന്നത്. പലതവണ വിചാരണ നീണ്ടുപോയി. 2 തവണ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മാറി. വിചാരണ കോടതിയുടെ നയങ്ങളിൽ ഇവർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇവയെല്ലാം തെളിഞ്ഞു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ 8ാം പ്രതിയായ ദിലീപാണെന്നായിരുന്നു വാദം. സത്യം ജയിച്ചു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് ഗൂഢാലോചന കേസ് ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥനും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അത് പ്രചരിപ്പിച്ചു. ഈ കേസിൽ യാഥാർത്ഥ ഗൂഢാലോചന എന്ന പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, ഇമേജ്, ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ 9 വർഷം പറഞ്ഞതല്ലേ, ഇനിയെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ കൂടെ നിന്നവരെയെല്ലാം നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഡിഫെൻഡ് ചെയ്ത അഭിലാഷോരോടുള്ള സമയമായ അഭിഭാഷകരോടുള്ള ആത്മാർത്ഥമായ നന്ദി പറയുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.